ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം പറയുകയല്ലാതെ തൗഹീദിനെ പറ്റി അതിന്റെ ഭരണഘടനയിൽ വല്ല സ്ഥലത്തും പറയുന്നുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനം യഥാർത്ഥ തൗഹീദിലേക്കാണ് മുസ്ലിം സമുദായത്തെ ക്ഷണിക്കുന്നത്. ഞങ്ങളുടെ ദഅവത്തും തൗഹീദിലേക്കാണ്. പ്രത്യേകം ഒരു പേര് എഴുതിയത് ഒരു മുജാഹിദ് മുസ്ലിം എന്ന് എഴുതിയിട്ടുണ്ട്. എഴുതിയ പേരുകൾ നമ്മളിവിടെ വായിച്ചിട്ടുണ്ട്. VT അബ്ദുള്ള ഖാൻ സാഹിബ് മറുപടി പറയും. തൗഹീദിനെ സംബന്ധിച്ച ചോദ്യം, യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറയുന്നത് അള്ളാഹു ആരാധ്യനാണ് എന്നത് തൗഹീദിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. തൗഹീദിന്റെ കാമ്പും കാതലും അള്ളാഹു പരമാധികാരിയാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ അബൂ താലിബിന്റെ അടുക്കൽ വന്ന് ഖുറൈശി പ്രമുഖന്മാര് പല ആക്ഷേപങ്ങളും പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് ഉപദേശിച്ച് ശരിയാക്കി കളയാം എന്ന് വിചാരിച്ചിട്ട് അബൂ താലിബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു വരുത്തി. എന്നിട്ട് എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ നിൽക്കുന്നത്? ഞങ്ങൾ കാക്കക്കാരണവന്മാർ കഴിഞ്ഞ പോലെ നിങ്ങൾക്കും കഴിഞ്ഞാൽ പോരെ, ഈ എന്തിനാ ഈ വെറുതെ വിത്തിനും വസാദ് ഉണ്ടാക്കുന്നത് എന്ന മട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചു. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം, പല റിപ്പോർട്ടുകളും കാണാം. എല്ലാ റിപ്പോർട്ടുകളും അടിസ്ഥാനപരമായി ഒരേ ആശയമാണ് പ്രതിനിധീകരിക്കുന്നത്. ഉരീദു ബിഹിം കലിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഉരീദു ബിഹിം കലിമ വാഹിദ ഇദാ ഖുൽതുമുഹാ തദീനു ലഹുമുൽ അറബ് വയുഅദ്ദി ഇലൈഹിമുൽ അജ്മു അൽ ജിസിയ. ഇവരെന്തിനാ എങ്ങനെ പുകിലുണ്ടാക്കുന്നത്? എന്ത് പ്രശ്നം? ഞാൻ ആകെ പറഞ്ഞത് ഉരീദു ബിഹിം കലിമ വാഹിദ. ഞാനൊരൊറ്റ കലിമത്തിന്റെ കാര്യമല്ലേ ഇവരോട് പറഞ്ഞത്? കലിമ വാഹിദ, ഒരൊറ്റ കലിമത്ത്. ഇദാ ഖുൽതുമുഹാ, ആ കലിമത്ത് പ്രഖ്യാപിക്കേണ്ടതുപോലെ പ്രഖ്യാപിച്ച് യഥോചിതം അവർ നിലപാടെടുത്താൽ തദീനു ലഹുമുൽ അറബ്, അറബ് അവർക്ക് കീഴ്പ്പെടും. അനറബികൾ അവർക്ക് വിധേയമായി പ്രവർത്തിക്കുന്നത് അവർക്ക് കാണാനാവുകയും ചെയ്യും. ഇവർ സക്കാത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വേറെ സാമ്പത്തിക ബാധ്യതകൾ ഇല്ലാത്തത് കൊണ്ട് അവർ ജിസിയ നൽകുന്ന അവസ്ഥയിൽ അപ്പോൾ അറബും അനറബും നിങ്ങൾക്ക് കീഴ്പ്പെടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് പ്രബോധകനായി അള്ളാഹു നിയോഗിച്ച അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിൽ തന്നെ തൗഹീദിനെ പറ്റി പറയുമ്പോഴാണ് ഈ പറയുന്നത്. ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ ലാ യുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ. അവൻ ചോദ്യം ചെയ്യപ്പെടുകയില്ല, കഴിച്ചു ബാക്കി എല്ലാവരും ചോദ്യം ചെയ്യപ്പെടും. ആരാണ് ഇലാഹ് എന്നതിന് ഖുർആൻ നൽകുന്ന വിശദീകരണം ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരത്തിന്റെ ഉടമസ്ഥനാണ്. കാര്യം ഇങ്ങനെയൊക്കെ ആവുമ്പോ ആരാധനയിൽ പരിമിതമല്ല തൗഹീദ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ വളരെ സന്തുലിതമായി ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരിച്ചത് കാണാൻ പറ്റും. അത് ഉറുദുവിലും ഇംഗ്ലീഷിലും അറബിയിലും ഇന്ത്യയിലെ ഏതാണ്ട് പ്രബല പ്രാദേശിക ഭാഷകളിലൊക്കെ ആ ഭരണഘടന നേരത്തെ അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞതുപോലെ അങ്ങാടിയിൽ വാങ്ങിക്കാൻ കിട്ടും, ഓഫ്ലൈനും ഓൺലൈനുമായിട്ട് വായിക്കാൻ സാധിക്കും. ഒന്ന് വായിച്ചു നോക്കാവുന്നതാണല്ലോ. അതിൽ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം വിശദീകരിച്ചിട്ട് അർത്ഥം പറഞ്ഞിട്ട് 5 നമ്പറുകൾ ആദ്യം പറഞ്ഞിരിക്കുന്നു. ഈ 5 നമ്പറുകളിൽ 4 നമ്പറുകളിൽ ആരാധനാപരമായ കാര്യത്തെക്കുറിച്ചാണ്. ഈ മുജാഹിദ് സുഹൃത്തുക്കൾ തൗഹീദ് എന്ന് പറയുന്ന ഈ ആരാധനാപരമായ വശമുണ്ടല്ലോ, അതിനെപ്പറ്റിയാണ് ഭരണഘടനയിലെ ആദ്യത്തെ 4 നമ്പറും പറയുന്നത്. പക്ഷെ 5ാമത്തെ നമ്പറിൽ ഈ ആരാധനക്കപ്പുറത്തുള്ള അനുസരണത്തെ സംബന്ധിച്ചുള്ള വളരെ ഗൗരവപ്പെട്ട ഒരു വശവും കൂടി പറയുന്നു. ഇതും കൂടി ചേർന്നതാണ് ഇസ്ലാം, ഇതുകൂടി ചേർന്നതാണ് തൗഹീദ്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി തൗഹീദ് പറയുകയല്ല, തൗഹീദിന്റെ സമഗ്രത ഊന്നിപ്പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ്. തൗഹീദിന്റെ സമഗ്രത ഊന്നിപ്പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ്. മതരാഷ്ട്രവാദം എന്നുള്ളത് എന്താണത്? അങ്ങാടി മരുന്നാണോ പൊറിമരുന്നാണോ എന്നറിയാതെ സാക്ഷാൽ പ്രവാചകന്റെ അനുചരന്മാരായ ആളുകൾ സെക്കുലർ അൾട്രാ സെക്കുലറിസ്റ്റുകളുടെ ആരോപണങ്ങളെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയിട്ട് അങ്ങനെ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പരിഹാസ്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ തൗഹീദ് തന്നെയാണ് വിഷയം, തൗഹീദിലേക്ക് തന്നെയാണ് ക്ഷണിക്കേണ്ടത്, തൗഹീദ് തന്നെയാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. പക്ഷേ ആ തൗഹീദ് അള്ളാഹു ആരാധ്യനാണ്, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന ഒരു ചെറിയ സാധനമല്ല. അത് ജീവിതത്തിന്റെ മുഴു വിഷയങ്ങളിലും അള്ളാഹുവിന്റേത് അവസാന വാക്കാകാവുന്ന വിധം
പരമാധികാരിയായും യഥാർത്ഥത്തിൽ അനുസരിക്കപ്പെടേണ്ടവനായും സ്വന്തം നിലക്ക് അനുസരണം കിട്ടേണ്ടവനായും ആരാധനകൾക്ക് അർഹതയുള്ളവനായും അള്ളാഹുവിനെ മാത്രം അംഗീകരിക്കുക എന്നുള്ള ഒരു വിശാല ആശയമാണ്. ഈ ആശയമാണ് പ്രവാചകന്മാർ പ്രബോധനം ചെയ്തത്. അങ്ങനെയാണ് അറേബ്യയിൽ 23 വർഷങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ സംഭവിച്ചത്. അതിന്റെ ആവർത്തനങ്ങളാണ് ഇപ്പൊ ഈ റബീഉൽ അവ്വലിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാടിപ്പുകഴ്ത്തുന്ന പ്രവാചകന്റെ ആ കർമ്മമണ്ഡലം നമ്മുടെ ജീവിതത്തിലേക്ക് പറിച്ചു നട്ടാൽ എന്ത് സംഭവിക്കുമോ അതാണ് ജമാഅത്തെ ഇസ്ലാമിയിൽ നിങ്ങൾക്ക് ദൃശ്യമായിട്ടുള്ളത്. ആ വഴിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ചോദ്യങ്ങൾ അവസാനിച്ചിട്ടില്ല, ഉത്തരങ്ങളും അവസാനിക്കാൻ പോകുന്നില്ല. നമുക്ക് അന്വേഷണത്തിന്റെ പാതയിൽ ഒരുമിച്ച് മുന്നേറാം. ഏറ്റവും നല്ലതിലേക്ക് നമ്മെ സർവശക്തൻ വഴി നടത്തുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.